നമസ്കാരം. ട്രംപിനെ അപായപ്പെടുത്തുവാനായിട്ട് നീക്കം. വാഷിംഗ്ടണിലെ ഹിൽട്ടൺ ഹോട്ടലിൽ വൈറ്റ് ഹൗസ് റിപ്പോർട്ടർമാരുടെ ചടങ്ങിനിടെയാണ് സംഭവം. ട്രംപിനെ അപായപ്പെടുത്തുവാനായിട്ട് വളരെ ശക്തമായ ഒരു നീക്കം തന്നെയാണ് നടന്നത്. സീക്രട്ട് ഏജൻസ് ഇത് മണത്തറിയുകയും ഇയാളെ കീഴ്പ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാലിഫോർണിയയിൽ നിന്നുള്ള 30 വയസ്സുകാരനാണ് ഇയാളെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ലോകവ്യാപകമായി ട്രംപിൻ്റെ നീക്കങ്ങൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ശത്രുത ലോകത്ത് ആകെയും പടർന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇറാനിലും അതോടൊപ്പം തന്നെ വെനസ്വേലയിലും ഒക്കെ ട്രംപ് നടത്തിയ നീക്കങ്ങളിൽ ഒരുപാട് ശത്രുക്കളെ സമ്പാദിക്കുവാനായിട്ട് ട്രംപിന് കഴിഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ ഒരു നീക്കം, ട്രംപിനെ അപായപ്പെടുത്തുന്നതിൽ ഇറാൻ വളരെ ശക്തമായ നീക്കങ്ങളാണ് നടത്തിയത്. ഈ അടുത്തിടെ തന്നെ അമേരിക്കയുടെ വ്യാവസായിക സ്ഥാപനങ്ങളിലടക്കം വൻ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ വിവരങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും പുറം ലോകം അറിയുന്നതേയില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അമേരിക്കയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറാൻ്റെ ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും നടക്കുന്നത്. അതുമായി ബന്ധപ്പെടുത്തി കൂടി ഈ വിഷയത്തെ കാണേണ്ടതാണ്. എന്തായാലും ലോകത്തിലെ ഏറ്റവും അധികം സുരക്ഷ നൽകുന്ന അമേരിക്കയുടെ പ്രസിഡന്റിന് നേരെ ഈ നടത്തിയ നീക്കം അമേരിക്ക നൽകുന്ന സുരക്ഷയെ കൂടി ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ്. 5 മുതൽ 8ഓളം വെടികളാണ് ഈ അജ്ഞാതൻ ഉതിർത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനെ പറ്റിയിട്ട് ട്രംപ് തന്നെ ഈ പരിപാടിക്കിടെ സംസാരിക്കുകയുണ്ടായി. അജ്ഞാതനാണ്. 2 വർഷങ്ങൾക്ക് മുന്നേ പെൻസിൽവാനിയയിൽ നടന്ന സംഭവമൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. 2024 സമാനമായ രീതിയിൽ ട്രംപിനെതിരെ പെൻസിൽവാനിയയിൽ വെച്ചുകൊണ്ട് ഒരു ആക്രമണം നടന്നിരുന്നു. അതിന് സമാനമായ രീതിയിലാണ് ഈ ആക്രമണം എന്നൊക്കെയാണ് ട്രംപ് വളരെ കാഷ്വലായിട്ട് പറയുന്നതെങ്കിലും അമേരിക്ക ഇത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് എന്നതാണ്. അതായത് ലോകത്തിലെ ഏറ്റവും അധികം സുരക്ഷ നൽകുന്ന ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും അധികം സുരക്ഷ അർഹിക്കുന്ന ഒരു പ്രസിഡന്റ്, ആ പ്രസിഡന്റിന് നേരെയാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടന്നത്. അമേരിക്കയുടെ ആയുധ സുരക്ഷയെ പറ്റിയിട്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ ആയുധ ശേഖരത്തെ പറ്റി, അത് കുറയുന്നതിനെപ്പറ്റി വളരെ സജീവമായിട്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്. അമേരിക്കയുടെ ഈ ദുർബലത മുതലെടുത്തുകൊണ്ട് തന്നെ ചൈന തായ്വാനെതിരെയൊക്കെ ശക്തമായൊരു നീക്കം നടത്തുവാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ചില വാർത്തകൾ ചില വിവരങ്ങൾ നമുക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ജപ്പാനും സൗത്ത് കൊറിയയും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ ദുർബലതയിൽ സത്യത്തിൽ ആശങ്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അതിൻ്റെ നെടുനായക സ്ഥാനത്തേക്ക് ഭാരതമാണ് വരാൻ പോകുന്നത്. പക്ഷേ ചൈനയ്ക്ക് ഇതുകൊണ്ടുള്ള ഒരു നേട്ടമൊന്നും ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയില്ല. കാരണം ഭാരതം ഇതിന് കുറുകെ നിൽക്കും. അതായത് സൗത്ത് ചൈന സീയിലൊക്കെ ചൈന നടത്തുന്ന നീക്കങ്ങൾക്ക് വലിയ വെല്ലുവിളി ഭാരതം ഉയർത്തും. ഭാരതത്തിന് അതിനുള്ളൊരു ശേഷിയുണ്ട്. ഭാരതത്തോടൊപ്പം ഇസ്രായേലും അമേരിക്കയും കൂടി നിലയുറപ്പിക്കുന്നതോടുകൂടി ചൈന മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത് പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല. ചൈനയുടെ നീക്കം ഭാരതത്തിനെതിരെ പോലും ഉണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വിഭജിച്ച് ചൈനയുടെ ഭാഗമാക്കുവാൻ വേണ്ടിയിട്ട് ചൈന പല നീക്കങ്ങളും നടത്തി. അരുണാചൽ പ്രദേശ് അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്ന തരത്തിലുള്ള മാപ്പുകൾ വരച്ചു. അതിനുശേഷം അരുണാചൽ പ്രദേശിനെ സ്വന്തമാക്കുവാനുള്ള നീക്കങ്ങൾ നടത്തി. ദോക്ലാമിലും ചുംബി വാലിയിലും അടക്കമുള്ള ചൈനയുടെ നീക്കങ്ങൾ നമ്മൾ ആരും തന്നെ മറന്നുപോയിട്ടില്ല. ചൈന ഈ തരത്തിൽ നടത്തിയ നീക്കങ്ങൾ, ഇതിനെയൊക്കെ എതിർത്ത് തോൽപ്പിക്കുവാൻ ഭാരതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബോർഡർ റോഡുകൾ പരിഷ്കരിച്ചുകൊണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ചൈനയുടെ അതിർത്തി പ്രദേശങ്ങൾക്കടുത്തുള്ള ബോർഡർ റോഡുകൾ പരിഷ്കരിക്കുകയും അത് നല്ല രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കുകയും അവിടുത്തെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുവാനായിട്ടും NDA സർക്കാരിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു ഇമ്മീഡിയറ്റ് ലാൻഡിംഗ് ആവശ്യമായ തരത്തിൽ തന്നെയാണ് അവിടുത്തെ റോഡുകൾ ഓരോന്നും നിർമ്മിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ഒരു സൈക്കിളിന് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ അത്രയേറെ വളരെയധികം രൂക്ഷമായി കിടന്ന ആ റോഡുകളൊക്കെ തന്നെ പരിഷ്കരിച്ചുകൊണ്ട് വിമാനങ്ങൾ കൂടി ലാൻഡിങ്ങിന് തയ്യാറെടുക്കുവാൻ സാധിക്കുന്ന തരത്തിൽ, വിമാനങ്ങൾ ഇറക്കുവാൻ തരത്തിൽ സൗകര്യപ്രദമായ രീതിയിൽ തന്നെ അവിടുത്തെ റോഡുകൾ പരിഷ്കരിക്കുവാനും വേണ്ടിയിട്ട് മോദി സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് ഈ ഭരണകാലത്തെ ഏറ്റവും അധികം വലിയ ഒരു പ്രത്യേകതയായിട്ട് വിലയിരുത്തുന്നത്. കാരണം ഇത് ചെയ്യുന്നതിലൂടെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ സുരക്ഷിതമാക്കുവാനും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഭാരതത്തോടുള്ളൊരു കൂറ് വർദ്ധിക്കുവാനും ഒക്കെ ഇത് സഹായകമായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടുത്തെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളെ ഏറെക്കുറെ അമർച്ച ചെയ്യുവാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ഒരു 10 വർഷത്തിലേക്ക് മുന്നേ ഉള്ള ഒരു കാര്യം പരിശോധിച്ചാൽ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ ഭീകരവാദ സംഘടനകൾ ഉണ്ടായിരുന്നു. ഈ ഭീകരവാദ സംഘടനകളെയൊക്കെ മ്യാൻമാറിലേക്കും മറ്റ് ഭൂട്ടാനിലേക്കും ഒക്കെ ഈ പ്രദേശ
പ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കുവാനായിട്ട് ഭാരതത്തിന് കഴിഞ്ഞിട്ടുള്ളത് ഈ മേഖലയിൽ ഭാരതം നടത്തിയ നീക്കങ്ങൾ കൊണ്ടാണ്, അതിൻ്റെ ശക്തി കൊണ്ടാണ്. അതുകൊണ്ട് അത്തരത്തിൽ ചൈനയുടെ നീക്കങ്ങളെ വെല്ലുവിളിക്കാനും അട്ടിമറിക്കുവാനും ഒക്കെ ഭാരതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അമേരിക്കയിലേക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രംപിന് നൽകുന്ന സുരക്ഷയിൽ കാര്യമായ രീതിയിലുള്ള വീഴ്ചയുണ്ട്. അമേരിക്ക നടത്തുന്ന നീക്കങ്ങളിലും പലർക്കും തന്നെ അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ചും ഇറാനിൽ ഇപ്പോൾ അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ, ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് ഒരു ന്യായീകരണമില്ല. എന്തെങ്കിലും ന്യായീകരണമുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് മാത്രമാണ്. ഇസ്രായേൽ ഈ ആക്രമണം നടത്തുന്നതിൽ കൃത്യവും ശക്തവുമായ ന്യായമുണ്ട്. കാരണം ഇറാൻ ഇസ്രായേലിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു രാജ്യമാണ്. അതിനു വേണ്ടിയിട്ട് വളരെ വലിയ രീതിയിലുള്ള പ്രവർത്തന പദ്ധതികൾ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. 60% ആണവ സമ്പുഷ്ടീകരണം നടത്തുവാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചിട്ടുണ്ട്. ഇത് 90%-ലെത്തിയാൽ തീർച്ചയായിട്ടും ഒരു ആണവ ബോംബ് നിർമ്മിക്കുവാൻ കഴിയും. അതിനുവേണ്ടിയിട്ടുള്ള വാർഹെഡ്സുകൾ അവർ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 500 കിലോഗ്രാം പേലോഡ് വഹിക്കുന്ന തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 2000 കിലോമീറ്ററിന് അപ്പുറം സഞ്ചരിക്കുവാൻ തരത്തിലുള്ള ഇൻ്റർമീഡിയറ്റ് ബാലിസ്റ്റിക് മിസൈലുകൾ പോലും ഇറാൻ്റെ ഭാഗത്ത് ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ലഭ്യമായിക്കൊണ്ടിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇറാന് നേരെ ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് എല്ലാ തരത്തിലുള്ള ന്യായവുമുണ്ട്. പക്ഷേ അമേരിക്ക നടത്തുന്ന ഈ നീക്കത്തിന് വലിയ ന്യായീകരണങ്ങളൊന്നുമില്ല. അമേരിക്ക പല ഭാഗങ്ങളിൽ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു, വെനസ്വേലയിലൊക്കെ നടത്തുന്നത്. അപ്പോൾ ആ ആക്രമണത്തിൻ്റെയൊക്കെ പ്രതിധ്വനിയാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ ട്രംപിൻ്റെ സുരക്ഷ വലിയ രീതിയിലാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. വലിയ രീതിയിൽ ട്രംപിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ എബ്രഹാം ലിങ്കനൊക്കെ സംഭവിച്ചതുമാതിരി ഉള്ള ഒരു ആക്രമണം ട്രംപിന് നേരെയും ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുന്നേ പെൻസിൽവാനിയയിലാണ് ഇതിനു മുന്നേ ഒരു ആക്രമണം നടന്നത്. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ആക്രമണം നടന്നിട്ടുണ്ട്. സീക്രട്ട് സർവീസ് ഏജൻസ് യഥാസമയം ഇടപെട്ടതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തെ തടുക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. 30 വയസ്സുകാരനായ കാലിഫോർണിയക്കാരനാണ് ഇയാളെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. JD വാൻസും ട്രംപും ഒക്കെ പങ്കെടുത്ത ഒരു പരിപാടിക്കിടയിലാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടന്നിരുന്നത്. പ്രത്യേകിച്ചും വലിയ സുരക്ഷാ മേഖലയായ ഹിൽട്ടൺ ഹോട്ടലിലേക്കാണ് ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത്, വാഷിങ്ടണിലെ ഹിൽട്ടൺ ഹോട്ടൽ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി ലഭ്യമാകുന്നതിനനുസരിച്ച് പ്രേക്ഷകരുമായി ഇത് പങ്കുവയ്ക്കുന്നതാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.